എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മാമ്പഴത്തിൻ്റെയും പച്ചമാങ്ങയുടെ ഒക്കെ കാലമാണല്ലോ. നമ്മുടെ പറമ്പുകളിലൊക്കെ തന്നെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ധാരാളം മാങ്ങയുണ്ട്. അപ്പം അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അച്ചാറിടാൻ കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് കറി വെക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ വിറ്റാമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയാൽ സമ്പുഷ്ടമായ മാങ്ങ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ്. നാരുകൾ ഇതിലുണ്ട്. പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ കുറയ്ക്കാനും മാങ്ങ നല്ലതാണ്. നമ്മൾ മാമ്പഴത്തിൻ്റെ നാരുകൾ ദഹനം സുഗമമാക്കാൻ നല്ലതാണ്. പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലതാണ്. അതുപോലെ വിറ്റാമിൻ സി, ബീറ്റ കരോട്ടിൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകുന്നു. ഇപ്പം എന്ത് നല്ലതാണ് മാങ്ങ. നമുക്ക് വളമൊന്നും ചേർക്കാതെ ധാരാളം മാങ്ങ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ മാമ്പഴത്തിൻ്റെ മാങ്ങയുടെ ഒക്കെ കാലമാണ്. നമുക്ക് അച്ചാറിട്ട് വെക്കാം, കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കാം, ഒക്കെ ചെയ്യാമല്ലോ. വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇത് നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ മിതമായ അളവിൽ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വയറ് നിറഞ്ഞ അനുഭവവും നൽകി ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. മാമ്പഴത്തിൽ പഞ്ചസാര ഉള്ളതിനാൽ പ്രമേഹ രോഗികൾ മിതമായ അളവിൽ കഴിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ് മാമ്പഴം. അപ്പം മാമ്പഴം കഴിക്കുമ്പോൾ നമ്മൾ അത് പ്രമേഹമൊക്കെ ഉള്ളവർ നമ്മളത് നിയന്ത്രിച്ച് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ധാരാളം കഴിക്കാമല്ലോ. അപ്പോൾ നല്ല നല്ല ഗുണങ്ങളാണ് മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഫലങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക. മാങ്ങ വെറുമൊരു പഴമല്ല. മാങ്ങയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി എന്നിങ്ങനെ വൈറ്റമിനുകളുടെ ഒരു ശേഖരം തന്നെ മാങ്ങയിലൂടെ നമുക്ക് ലഭിക്കും. കൊഴുപ്പ് തീരെ കുറവായതിനാൽ പ്രോട്ടീന്, ഫൈബർ, പൊട്ടാസ്യം, കോപ്പർ തുടങ്ങിയവയും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ അമൂല്യ ശേഖരമാണ് മാമ്പഴം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാം. ഇരുമ്പ് ആഗിരണം ശരീരത്തെ പ്രാപ്തമാകും. അപ്പോൾ പ്രമേഹം ഒരു പരിധിവരെ അകറ്റി നിർത്താൻ മാമ്പഴം കഴിയും എന്നിരുന്നാലും പ്രകൃതിദത്ത പഞ്ചസാര കൂടുതലായതിനാൽ അമിതമായി കഴിച്ചാൽ നമുക്ക് രക്തത്തിലെ പഞ്ചസാര ഉയർന്നേക്കാം. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കലോറി കൂടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നാണ് നല്ല ആരോഗ്യത്തിന് ആദ്യം വേണ്ടത്. അപ്പോൾ മാമ്പഴം മാങ്ങ കഴിക്കുന്നതിലൂടെ കലോറി കൂടുമെന്ന ഭയവും വേണ്ട. അപ്പോൾ അങ്ങനെ 165 ഗ്രാം മാങ്ങയിൽ വെറും 99 കലോറി മാത്രമാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശുദ്ധമായ മാമ്പഴങ്ങൾ കഴിക്കുന്നതിലൂടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പരിപാലനവും ലഭിക്കുന്നതാണ്. സംക്രമണത്തിനും സഹായകമായ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെ നമ്മുടെ മാങ്ങയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഭക്ഷണങ്ങൾ എത്ര ധാതു സമ്പന്നമാണെങ്കിലും മനുഷ്യശരീരത്തെ സംബന്ധിച്ച് ദഹന പ്രക്രിയ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. ദഹന പ്രക്രിയ പരിപോഷിപ്പിക്കുന്ന ഫൈബർ, വെള്ളം തുടങ്ങിയവയും നമ്മുടെ മാമ്പഴത്തിനകത്ത് ഉള്ളത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച ശക്തിക്കും നമുക്ക് വൈറ്റമിൻ എയുടെ കുറവിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാമ്പഴത്തിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറിനെ ചെറുക്കാനും മാങ്ങയ്ക്ക് കഴിവുണ്ട്. മാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫൈനോൾസ് ബോൺ ലെങ്ത് കൂടുതൽ മൂത്രാശയ ക്യാൻസറുകളെ ചെറുക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്നും വേണ്ട, ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കോപ്പർ, വൈറ്റമിൻ ഇ, വിവിധ വൈറ്റമിനുകൾ, ബി, ഫോളേറ്റ് തുടങ്ങിയവയൊക്കെ അടങ്ങിയിരിക്കുന്നതിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്നും പ്രതിരോധശേഷി ഉള്ളതിനാലും മടി കൂടാതെ നമുക്ക് ഡയറ്റ് പ്ലാനിങ്ങിലും ഈ മാമ്പഴം ഉൾപ്പെടുത്താവുന്നതാണ്. ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കരുത്. കാരണം എന്താണ് ദഹനം നടക്കണ്ടേ, അല്ലേ? അങ്ങനെ മാമ്പഴം നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ദിവസവും ഒരു മാങ്ങ നമുക്ക് കഴിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പച്ചമാമ്പഴം കഴിക്കുന്നതും നല്ലതാണ് എന്നാണ് പറയുന്നത്. അതിലും ധാരാളം മാമ്പഴവും കഴിക്കാം, പച്ചമാങ്ങയും നമുക്ക്
കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാമ്പഴവും പച്ചമാങ്ങയും ഒക്കെ